നമസ്കാരം. നോളജ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? ഇനിയും സമയം പാഴാക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ സ്കോർ മറികടക്കാനായിട്ട് കേട്ടറ്റിലായാലും LP UPയിലായാലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ കഴിയുന്ന ഒരു പാർട്ടാണ് സൈക്കോളജി. ആ മാർക്ക് മുഴുവനും നേടാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതിനായി നോളജ് വേൾഡിലെ എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കാണുക. ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണാനായി നോളജ് വേൾഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യം 1. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാൻ സ്വീകരിക്കാവുന്ന മൂല്യനിർണ്ണയ മാർഗമേത്? ഓപ്ഷൻ എ പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി സമ്മേറ്റീവ് മൂല്യനിർണ്ണയം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാൻ സ്വീകരിക്കാവുന്ന മൂല്യനിർണ്ണയ മാർഗമേത്? ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പ്രതിപാദനനായ കുട്ടി ഏതാണ്? ഓപ്ഷൻ എ പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഓപ്ഷൻ ബി ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണ കുറവാണ്, ഓപ്ഷൻ സി നന്നായി പഠിക്കുവാനാകും എന്ന വിശ്വാസം സീനയ്ക്ക് ഇല്ല, ഓപ്ഷൻ ഡി വളരെയധികം ജിജ്ഞാസയുള്ളവളും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുന്നവളുമാണ് ആശ. ചോദ്യം ഒന്നോടെ, താഴെ പറയുന്നവയിൽ പ്രതിപാദനനായ കുട്ടി ഏതാണ്? ഓപ്ഷൻ എ പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഓപ്ഷൻ ബി ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണ കുറവാണ്, ഓപ്ഷൻ സി നന്നായി പഠിക്കുവാനാകും എന്ന വിശ്വാസം സീനയ്ക്ക് ഇല്ല, ഓപ്ഷൻ ഡി വളരെയധികം ജിജ്ഞാസയുള്ളവളും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുന്നവളുമാണ് ആശ. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ, വളരെയധികം ജിജ്ഞാസയുള്ളവളും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുന്നവളുമാണ് ആശ. നെക്സ്റ്റ് ചോദ്യം. സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത് ഏത്? സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അവർക്ക് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനാകും, ഓപ്ഷൻ ബി അപര്യാപ്തങ്ങളായ ആഗ്രഹങ്ങളായിരിക്കും, ഓപ്ഷൻ സി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാകും, ഓപ്ഷൻ ഡി വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ സ്വഭാവം ഉണ്ടാകില്ല. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക, അപര്യാപ്തങ്ങളായ ആഗ്രഹങ്ങളായിരിക്കും, അപര്യാപ്തങ്ങളായ ആഗ്രഹങ്ങളായിരിക്കും. ചോദ്യം നമ്പർ 4. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസമാണ്. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസമാണ്. ഓപ്ഷൻ എ ഡിസ്കാൽക്കുലിയ, ഓപ്ഷൻ ബി ഡിഗ്രാഫിയ, ഓപ്ഷൻ സി ഡിസ്ലെക്സിയ, ഓപ്ഷൻ ഡി ഡിസ്ഫേസിയ. ആൻസർ ഏതായിരിക്കും? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, ഓപ്ഷൻ സി ആണ്, ഡിസ്ലെക്സിയ ആണ് ആൻസർ. അടുത്ത ചോദ്യം. വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹികമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യം ഏതാണ്? വാചികവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹികമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യമാണ്. ഓപ്ഷൻ എ സെറിബ്രൽ പാൾസി, ഓപ്ഷൻ ബി എപ്പിലെപ്സി, ഓപ്ഷൻ സി ഓട്ടിസം, ഓപ്ഷൻ ഡി ADHD. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഓട്ടിസം ആണ്. ആറാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളേവ? താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളേവ? ഓപ്ഷൻ എ പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഓപ്ഷൻ ബി അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അധ്യാപകർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഓപ്ഷൻ സി വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ സി വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം.
പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ആൻസർ ഏതായിരിക്കും? മുകളിൽ പറഞ്ഞതെല്ലാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, മുകളിൽ പറഞ്ഞതെല്ലാം. 7ാമത്തെ ചോദ്യം, ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ നോം ചോംസ്കി, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി പിയാഷെ, ഓപ്ഷൻ ഡി ബ്രോണർ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ് ഭാഷയുമായി ബന്ധപ്പെട്ട്. ആൻസർ ഏതായിരിക്കും? നോം ചോംസ്കി ആണല്ലേ. ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് അവർ പറഞ്ഞത് നോം ചോംസ്കി ആണ്. നെക്സ്റ്റ് ചോദ്യം, കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണയും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണയും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ബി യാഥാസ്ഥിതാനന്തര സദാചാരതലം, ഓപ്ഷൻ സി പ്രാഗ് യാഥാസ്ഥിത സദാചാരതലം, ഓപ്ഷൻ ഡി യാഥാസ്ഥിത സദാചാരതലം. കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണയും ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ബി യാഥാസ്ഥിതാനന്തര സദാചാരതലം, ഓപ്ഷൻ സി പ്രാഗ് യാഥാസ്ഥിത സദാചാരതലം. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രാഗ് യാഥാസ്ഥിത സദാചാരതലം. പ്രാഗ് യാഥാസ്ഥിത സദാചാരതലം. 9ാമത്തെ ചോദ്യം, മുറിഞ്ഞ വരകൾ ഒരു വീട് പോലെ നമുക്ക് തോന്നുന്നു എന്ന് കരുതുക. ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് നിയമപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുക? ഇതും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ്. കേട്ടിട്ടിലും LP UPയിലും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മുറിഞ്ഞ വരകൾ ഒരു വീട് പോലെ നമുക്ക് തോന്നുന്നു എന്ന് കരുതുക. ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് നിയമപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുക? ഓപ്ഷൻ എ പൂർണ്ണതാ നിയമം, ഓപ്ഷൻ ബി സാമീപ്യ നിയമം, ഓപ്ഷൻ സി സാമ്യതാ നിയമം, ഓപ്ഷൻ ഡി തുടർച്ചാ നിയമം. ആൻസർ ഓപ്ഷൻ എ പൂർണ്ണതാ നിയമം. ഓപ്ഷൻ എ പൂർണ്ണതാ നിയമം. ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ യൂണിറ്റ്, ഓപ്ഷൻ ബി ക്ലാസുകൾ, ഓപ്ഷൻ സി കൊഗ്നീഷൻ, ഓപ്ഷൻ ഡി സിസ്റ്റംസ്. ഓപ്ഷൻ എ യൂണിറ്റ്, ഓപ്ഷൻ ബി ക്ലാസുകൾ, ഓപ്ഷൻ സി കൊഗ്നീഷൻ, ഓപ്ഷൻ ഡി സിസ്റ്റംസ്. ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊഗ്നീഷൻ. 11ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തു നിന്ന് ദൂരേക്കാണ്. താഴെ പറയുന്നവയിൽ ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവയ്ക്കുന്നത്? ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തു നിന്ന് ദൂരേക്കാണ്. താഴെ പറയുന്നവയിൽ ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവയ്ക്കുന്നത്? ഓപ്ഷൻ എ തുടർച്ചാ നിയമം, ഓപ്ഷൻ ബി വ്യക്തിവ്യത്യാസ നിയമം, ഓപ്ഷൻ സി സെഫാലോകോഡൽ നിയമം, ഓപ്ഷൻ ഡി പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം. പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏത്? ഓപ്ഷൻ എ സംഘചർച്ച, ഓപ്ഷൻ ബി ഓർത്തുചൊല്ലൽ, ഓപ്ഷൻ സി സഹവർത്തിത പഠനം, ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. ഓപ്ഷൻ എ സംഘചർച്ച, ഓപ്ഷൻ ബി ഓർത്തുചൊല്ലൽ, ഓപ്ഷൻ സി സഹവർത്തിത പഠനം, ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓർത്തുചൊല്ലൽ. ഓപ്ഷൻ ബി ആണ് ഓർത്തുചൊല്ലൽ. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് രീതിയാണ് പഠനത്തിൽ കുട്ടികളുടെ അന്വേഷണാത്മക നൈപുണികളെ കൂടുതലായി ചൂഷണം ചെയ്യുന്നത്? താഴെ പറയുന്ന ഏത് രീതിയാണ് പഠനത്തിൽ കുട്ടികളുടെ അന്വേഷണാത്മക നൈപുണികളെ കൂടുതലായി ചൂഷണം ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രശ്ന നിർദ്ധാരണം, ഓപ്ഷൻ ബി സംഘചർച്ച, ഓപ്ഷൻ സി സഹകരണ പഠനം, ഓപ്ഷൻ ഡി പ്രതിഫലന ബോധനം.
ഓപ്ഷൻ എ പ്രശ്ന നിർദ്ധാരണം, ഓപ്ഷൻ ബി സംഘചർച്ച, ഓപ്ഷൻ സി സഹകരണ പഠനം, ഓപ്ഷൻ ഡി പ്രതിഫലന ബോധനം. ആൻസർ ഓപ്ഷൻ എ പ്രശ്ന നിർദ്ധാരണം. ഓപ്ഷൻ എ പ്രശ്ന നിർദ്ധാരണം. 14ാമത്തെ ചോദ്യം, സർഗശേഷിയുള്ള ഒരു കുട്ടിയെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റാണ്. ചോദ്യം, സർഗശേഷിയുള്ള ഒരു കുട്ടിയെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ടെസ്റ്റ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ബി ടോറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ സി TAT, ഓപ്ഷൻ ഡി MMPI. ഓപ്ഷൻ എ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ബി ടോറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ സി TAT, ഓപ്ഷൻ ഡി MMPI. ആൻസർ ടോറൻസ് ടെസ്റ്റാണ്. ടോറൻസ് ടെസ്റ്റ് ഓപ്ഷൻ ബി ആണ് ടോറൻസ് ടെസ്റ്റ്. 15ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ബാഹ്യ സ്വഭാവങ്ങൾ, ഓപ്ഷൻ ബി ആന്തരിക സ്വഭാവങ്ങൾ, ഓപ്ഷൻ സി പാരമ്പര്യ സ്വഭാവങ്ങൾ, ഓപ്ഷൻ ഡി പാരിസ്ഥിതിക സ്വഭാവങ്ങൾ. ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ബാഹ്യ സ്വഭാവങ്ങൾ, ഓപ്ഷൻ ബി ആന്തരിക സ്വഭാവങ്ങൾ, ഓപ്ഷൻ സി പാരമ്പര്യ സ്വഭാവങ്ങൾ, ഓപ്ഷൻ ഡി പാരിസ്ഥിതിക സ്വഭാവങ്ങൾ. ആൻസർ ഏതായിരിക്കും? ഒരു വ്യക്തിയുടെ ജന്മനാ സ്വായത്തമാക്കുന്ന സ്വഭാവ സവിശേഷതകൾ അറിയപ്പെടുന്നത് പാരമ്പര്യ സ്വഭാവങ്ങളാണ്. ഓപ്ഷൻ സി പാരമ്പര്യ സ്വഭാവങ്ങൾ. 16ാമത്തെ ചോദ്യം, ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. കോൾബർഗിൻ്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് അവർ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. ഓപ്ഷൻസ്: പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഓപ്ഷൻ ബി യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഓപ്ഷൻ സി യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, യാഥാസ്ഥിതിക സദാചാര ഘട്ടം, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം ഇവയൊന്നുമല്ല. ആൻസർ ഏതായിരിക്കും? പ്രാഗ് യാഥാസ്ഥിക സദാചാര ഘട്ടമാണ്. പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ്. 17ാമത്തെ ചോദ്യം, വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. ഓപ്ഷൻ എ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക, ഓപ്ഷൻ ബി സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക, ഓപ്ഷൻ സി കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക, ഓപ്ഷൻ ഡി കുട്ടികൾക്ക് ക്രമമായി മൂല്യനിർണ്ണയം നടത്തുക. വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക, ഓപ്ഷൻ ബി സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക, ഓപ്ഷൻ സി കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക, ഓപ്ഷൻ ഡി കുട്ടികൾക്ക് ക്രമമായി മൂല്യനിർണ്ണയം നടത്തുക. ഏതായിരിക്കും വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക. 18ാമത്തെ ചോദ്യം, ജോ അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രമേത്? ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. ജോ അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രമേത്? ഓപ്ഷൻ എ അനുരൂപണം, ഓപ്ഷൻ ബി പ്രക്ഷേപണം, ഓപ്ഷൻ സി യുക്തീകരണം, ഓപ്ഷൻ ഡി താദാത്മീകരണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, താദാത്മീകരണം. ജോ അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു. ഏതാണത്? താദാത്മീകരണമാണ്. 19ാമത്തെ ചോദ്യം, വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്നത്. ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വായനാ പരിശീലന രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. ഓപ്ഷൻ എ ആണ് പ്രതിക്രിയ അധ്യാപനം, ഓപ്ഷൻ ഡി പ്രതിഫലന പരിശീലനം, ഓപ്ഷൻ സി സഹവർത്തിത പഠനം, ഓപ്ഷൻ ഡി സിറ്റുവേറ്റഡ് പഠനം.
ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രതിക്രിയ അധ്യാപനമാണ്. പ്രതിക്രിയ അധ്യാപനം. 20ാമത്തെ ചോദ്യം, അശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യാം? കുട്ടിയെ അവഗണിക്കുക. ഓപ്ഷൻ എ കുട്ടിയെ അവഗണിക്കുക. ഓപ്ഷൻ ബി കുട്ടിയെ മുൻനിരയിൽ ഇരിക്കാൻ അനുവദിക്കുക. ഓപ്ഷൻ സി പരമാവധി പഠനോപകരണങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ചെറിയ ഇടവേളകളിലൂടെ വ്യത്യസ്തമായ പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. ഓപ്ഷൻ എ കുട്ടിയെ അവഗണിക്കുക. ഓപ്ഷൻ ബി കുട്ടിയെ മുൻനിരയിൽ ഇരിക്കാൻ അനുവദിക്കുക. ഓപ്ഷൻ സി പരമാവധി പഠനോപകരണങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ചെറിയ ഇടവേളകളിലൂടെ വ്യത്യസ്തമായ പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ചെറിയ ഇടവേളകളിലൂടെ വ്യത്യസ്തമായ പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. ചെറിയ ഇടവേളകളിലൂടെ വ്യത്യസ്തമായ പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. 21ാമത്തെ ചോദ്യം, പിയാഷയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തിചിന്ത വികസിക്കുന്നത്. പിയാഷയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തിചിന്ത വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ്. ഓപ്ഷൻ എ ഇന്ദ്രിയചാലക ഘട്ടം. ഓപ്ഷൻ ബി മനോവ്യാപാര പൂർവ്വഘട്ടം. ഓപ്ഷൻ സി രൂപാത്മക വ്യാപാര ഘട്ടം. ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് കുട്ടികളിൽ അമൂർത്ത യുക്തിചിന്ത വികസിക്കുന്നത്. ഔപചാരിക മനോവ്യാപാര ഘട്ടം. 22ാമത്തെ ചോദ്യം, അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം കണ്ടെത്താൻ സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയുത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്താം? അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം കണ്ടെത്താനായിട്ട് സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ട് അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയുത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻ എ ശ്രമപരാജയ പഠനം. ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം. ഓപ്ഷൻ സി ഉൾക്കാഴ്ച പഠനം. ഓപ്ഷൻ ഡി ആവർത്തന പഠനം. ഓപ്ഷൻ എ ശ്രമപരാജയ പഠനം. ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം. ഓപ്ഷൻ സി ഉൾക്കാഴ്ച പഠനം. ഓപ്ഷൻ ഡി ആവർത്തന പഠനം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഉൾക്കാഴ്ച പഠനം. ഓപ്ഷൻ സി ഉൾക്കാഴ്ച പഠനം. 23ാമത്തെ ചോദ്യം, ഭാഷാ പഠന സംവിധാനം എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത്. ഭാഷാ പഠന സംവിധാനം എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത് ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന്. ഓപ്ഷൻ എ ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന്. ഓപ്ഷൻ ബി ഭാഷാ പഠനത്തിലെ അനുകരണത്തിന്. ഓപ്ഷൻ സി ഭാഷാ പഠനത്തിൽ പ്രബലനത്തിൻ്റെ പ്രയോജനത്തിന്. ഓപ്ഷൻ ഡി മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്. ഓപ്ഷൻ എ ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന്. ഓപ്ഷൻ ബി ഭാഷാ പഠനത്തിലെ അനുകരണത്തിന്. ഓപ്ഷൻ സി ഭാഷാ പഠനത്തിൽ പ്രബലനത്തിൻ്റെ പ്രയോജനത്തിന്. ഓപ്ഷൻ ഡി മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിനാണ്. ഓപ്ഷൻ ഡി മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്. 24ാമത്തെ ചോദ്യം, കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുവെങ്കിൽ ടീച്ചർ എങ്ങനെയായിരിക്കുമെന്നാണ്. കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുവെങ്കിൽ ഓപ്ഷൻ എ എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കണം. ഓപ്ഷൻ ബി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ പരിഗണിക്കുകയും പിന്നോക്കക്കാരെ അവഗണിക്കുകയും ചെയ്യണം. ഓപ്ഷൻ സി പഠന പിന്നാക്കക്കാരെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഓപ്ഷൻ ഡി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം. എന്താണ് ചോദ്യം? ഒന്നുകൂടെ, കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കണം. ഓപ്ഷൻ ബി പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവരെ പരിഗണിക്കുകയും പിന്നാക്കക്കാരെ അവഗണിക്കുകയും ചെയ്യണം. ഓപ്ഷൻ സി പഠന പിന്നാക്കക്കാരെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഓപ്ഷൻ ഡി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം.
25-ാമത്തെ ചോദ്യം, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് തന്ത്രമാണ്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നു വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് തന്ത്രമാണ്? ഓപ്ഷൻ എ, മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക. ഓപ്ഷൻ ബി, കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക. ഓപ്ഷൻ സി, കുട്ടികളോടും രക്ഷിതാക്കളോടും സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക. ഓപ്ഷൻ ഡി, ടീച്ചറിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക. ചോദ്യം, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് തന്ത്രമാണ്? ഓപ്ഷൻ എ, മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക. ഓപ്ഷൻ ബി, കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക. ഓപ്ഷൻ സി, കുട്ടികളോടും രക്ഷിതാക്കളോടും സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക. ഓപ്ഷൻ ഡി, ടീച്ചറിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്, മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക. ഓപ്ഷൻ എ, മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക. 26-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു. ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു. ഓപ്ഷൻ സി, ആശയങ്ങളെ രൂപീകരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആശയങ്ങളെ രൂപീകരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡി, ശാരീരിക വികാസത്തിലൂടെ രൂപപ്പെടുന്നു. ഓപ്ഷൻ ഡി, ശാരീരിക വികാസത്തിലൂടെ രൂപപ്പെടുന്നു. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 27-ാമത്തെ ചോദ്യം, ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി പെൻസിലിൻ്റെ മുന കൂർപ്പിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം? ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? ടീച്ചർ പറയുന്നത് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പെൻസിലിൻ്റെ മുന കൂർപ്പിക്കും, ജനലിലൂടെ പുറത്തേക്ക് നോക്കും, അതൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഹേനയെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ബുദ്ധിമാന്ദ്യം. ഓപ്ഷൻ ബി, ADHD. ഓപ്ഷൻ സി, ഡൗൺ സിൻഡ്രോം. ഓപ്ഷൻ ഡി, സെറിബ്രൽ പാൾസി. ആൻസർ ഏതായിരിക്കും? ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി, ADHD ആണ്. ADHD. അടുത്ത ചോദ്യം, രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്ന് ആണ് അവൻ്റെ അഭിപ്രായം. കോൾബർഗിൻ്റെ നൈതിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിൽ രോഹിത്തിനെ ഉൾപ്പെടുത്താം? രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്നാണ് അവൻ്റെ അഭിപ്രായം. കോൾബർഗിൻ്റെ നൈതിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് രോഹിത്തിനെ ഉൾപ്പെടുത്താൻ കഴിയുന്നത്? ഓപ്ഷൻ എ, വ്യവസ്ഥാപിത തലം. ഓപ്ഷൻ ബി, വ്യവസ്ഥാപിത പൂർവ്വതലം. ഓപ്ഷൻ സി, വ്യവസ്ഥാപിതാനന്തര തലം. ഓപ്ഷൻ ഡി, ഇന്ദ്രിയ ചാലക തലം. ആൻസർ ഓപ്ഷൻ എ, വ്യവസ്ഥാപിത തലം. 29-ാമത്തെ ചോദ്യം, ഒരു കുട്ടിക്ക് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണ രീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു. അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത്? ചോദ്യം,
ഒരു കുട്ടിക്ക് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണ രീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുകയാണ്. അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നുണ്ട്. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ താദാത്മീകരണം, ഓപ്ഷൻ ബി യുക്തീകരണം, ഓപ്ഷൻ സി പ്രക്ഷേപണം, ഓപ്ഷൻ ഡി ദമനം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ നിന്നൊരു സമായോജന ക്രിയാതന്ത്രത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതെല്ലാതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചോദ്യം നന്നായി കേൾക്കുക. എന്നിട്ട് ആൻസർ ഏതായിരിക്കും ഇതിൻ്റെ? താദാത്മീകരണമാണ്. ഓപ്ഷൻ എ താദാത്മീകരണം. 30ാമത്തെ ചോദ്യം, ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനമേത്? ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനമേത്? ഓപ്ഷൻ എ സംജ്ഞാപഠനം, ഓപ്ഷൻ ബി വചന സഹചരത്വം, ഓപ്ഷൻ സി ആശയപഠനം, ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണം. ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനമേത്? ഓപ്ഷൻ എ സംജ്ഞാപഠനം, ഓപ്ഷൻ ബി വചന സഹചരത്വം, ഓപ്ഷൻ സി ആശയപഠനം, ഓപ്ഷൻ ഡി പ്രശ്ന പരിഹരണം. ആൻസർ ഏതായിരിക്കും? ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം പ്രശ്ന പരിഹരണമാണ്. പ്രശ്ന പരിഹരണം. അടുത്ത ചോദ്യം, ഫെമിന ടീച്ചർ ക്ലാസ്സിലെ പ്രാഥമിക ചർച്ചകൾക്കു ശേഷം കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. കുട്ടികൾ ഓരോ ചെടിയും പരിശോധിച്ച് അവയുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് അവരുടെ നോട്ട് ബുക്കിൽ കുറിച്ചു. ഇത് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പഠന പ്രക്രിയയുടെ സമീപനത്തിന്റെ ഭാഗമായാണ് ടീച്ചർ ചർച്ച ചെയ്തത്. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഏതാണ്? ഓപ്ഷൻ എ പ്രക്രിയാബന്ധിത സമീപനം, ഓപ്ഷൻ ബി പ്രവർത്തനാധിഷ്ഠിത സമീപനം, ഓപ്ഷൻ സി പഠന നേട്ടത്തിലൂന്നിയുള്ള സമീപനം, ഓപ്ഷൻ ഡി പഠന നേട്ടത്തിലൂന്നിയുള്ള പ്രക്രിയാബന്ധിത പ്രവർത്തനാധിഷ്ഠിത സമീപനം. ഏതായിരിക്കും? ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തു. എന്നിട്ട് കുട്ടികളെ എന്ത് ചെയ്തു? പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നേരിട്ട് പരിശോധിച്ച് അവയുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് അവരുടെ നോട്ട് ബുക്കിൽ കുറിക്കുകയാണ് ഉണ്ടായത്. ഇത് ഏത് പഠന പ്രക്രിയയായിരിക്കും? ഓപ്ഷൻ ഡി ആണ് പഠന നേട്ടത്തിലൂന്നിയുള്ള പ്രക്രിയാബന്ധിതമാണ് പ്രവർത്തനാധിഷ്ഠിത സമീപനമാണ്. പഠന നേട്ടത്തിലൂന്നിയുള്ള പ്രക്രിയാബന്ധിത പ്രവർത്തനാധിഷ്ഠിത സമീപനം. അടുത്ത ചോദ്യം, ലീന ബുദ്ധിയുള്ള കുട്ടിയാണ്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി അവൾ ദുഃഖിതയായി കാണപ്പെടുന്നുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അധ്യാപികയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ കുറവാണ്. ലീന എന്തോ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും രേഖപ്പെടുത്തേണ്ടത് ഏത് റെക്കോർഡിലാണ്? ഓപ്ഷൻ എ അധ്യാപകന്റെ ടീച്ചിങ് നോട്ട്, ഓപ്ഷൻ ബി സഞ്ചിത രേഖ, ഓപ്ഷൻ സി അനക്ഡോട്ടൽ റെക്കോർഡ്, ഓപ്ഷൻ ഡി അധ്യാപികയുടെ വ്യക്തിഗത ഡയറി. ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അനക്ഡോട്ടൽ റെക്കോർഡിലാണ് സൂചിപ്പിക്കേണ്ടത്. നമ്മൾ ഒരു കുട്ടി ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് അധ്യാപികയ്ക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ രേഖപ്പെടുത്തേണ്ടത് അനക്ഡോട്ടൽ റെക്കോർഡിലാണ്. കേൾവിയിലൂടെ പഠനം, കാഴ്ചയിലൂടെ പഠനം, പ്രവൃത്തിയിലൂടെ പഠനം, അനുഭവത്തിലൂടെ പഠനം എന്നിവയ്ക്ക് ഒരു ടീച്ചർ എല്ലായ്പ്പോഴും ക്ലാസ് മുറിയിൽ അവസരം നൽകുന്നു. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ടീച്ചർ നൽകുന്നത് ഓപ്ഷൻ എ ഓരോ കുട്ടിയുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ സാധ്യമാകാൻ വേണ്ടിയാണ്, ഓപ്ഷൻ ബി കുട്ടികളുടെ വ്യക്തി വ്യത്യാസത്തെ പരിഗണിക്കാൻ വേണ്ടിയാണ്, ഓപ്ഷൻ സി കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ്, കുട്ടികൾക്ക് നല്ല സ്കോർ ലഭിക്കുന്നതിനാണ്. അതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ്. കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തി വ്യത്യാസങ്ങളും പരിഗണിക്കുവാൻ വേണ്ടിയാണ്. അടുത്ത ചോദ്യം, ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച വൈജ്ഞാനിക വികാസം നടക്കുന്ന വിവിധ ഘട്ടങ്ങളേവ? ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച വൈജ്ഞാനിക വികാസം നടക്കുന്ന വിവിധ ഘട്ടങ്ങളേവ? ഓപ്ഷൻ എ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം,
ഓപ്ഷൻ ബി പ്രവർത്തനഘട്ടം, പ്രയോഗഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓപ്ഷൻ സി പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രയോഗഘട്ടം. ഓപ്ഷൻ ഡി പ്രവർത്തനഘട്ടം, പ്രതിഫലനഘട്ടം, പ്രയോഗഘട്ടം. ഓപ്ഷൻ എ ആണല്ലേ, പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇപ്പോൾ ബ്രോണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളാണ് പ്രവർത്തനഘട്ടവും ബിംബനഘട്ടവും പ്രതിരൂപാത്മക ഘട്ടവും. 35-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ശാരീരിക ചലനശക്തി ക്രോഡീകരിക്കുവാനും സന്തുലനാവസ്ഥ നിലനിർത്താനും സാധിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ്? ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി തലാമസ്, ഓപ്ഷൻ സി സെറിബെല്ലം, ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. ഓപ്ഷൻ സി ആണ് സെറിബെല്ലം. ഓപ്ഷൻ സി സെറിബെല്ലം. ഒരു വ്യക്തിയുടെ ശാരീരിക ചലനശക്തി ക്രോഡീകരിക്കുവാനും സന്തുലനാവസ്ഥ നിലനിർത്താനും സാധിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ്? സെറിബെല്ലത്തിന്റെ പ്രവർത്തനം മൂലമാണ്. അടുത്ത ചോദ്യം, ആദർശ വായിക്കുമ്പോൾ ചില വാക്കുകൾ വിട്ടുവായിക്കും. ചിലപ്പോൾ നിർത്തേണ്ടിടത്ത് നിർത്താതെ വായിക്കും. മറ്റു ചിലപ്പോൾ ഒന്നോ രണ്ടോ വരികൾ വിട്ടുപോലും വായിക്കും. ആദർശിന് ഏത് തരം പഠന വൈകല്യമാണ് ഉള്ളത്? ആദർശ് വായിക്കുമ്പോൾ ചില വാക്കുകൾ വിട്ട് വായിക്കും. ചിലപ്പോൾ നിർത്തേണ്ടിടത്ത് നിർത്താതെ വായിക്കും. മറ്റു ചിലപ്പോൾ ഒന്നോ രണ്ടോ വരികൾ പോലും വിട്ട് വായിക്കും. ആദർശിന് ഏത് തരം പഠന വൈകല്യമാണുള്ളത്? ഓപ്ഷൻ എ ശ്രദ്ധാവൈകല്യം, ഓപ്ഷൻ ബി നാമവൈകല്യം, ഓപ്ഷൻ സി പ്രയോഗ വൈകല്യം, ഓപ്ഷൻ ഡി വായനാ വൈകല്യം. ഏതായിരിക്കും ആൻസർ? വായനാ വൈകല്യമാണല്ലേ. ഓപ്ഷൻ ഡി ആണ് വായനാ വൈകല്യം. ഒരു വ്യക്തി തികഞ്ഞ മനസാന്നിധ്യത്തോടെ തൻ്റെ മാനസിക പ്രക്രിയയെ പരിശോധിക്കുകയും തൻ്റെ മികവ് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? ചോദ്യം ഒന്നും കൂടെ. ഒരു വ്യക്തി തികഞ്ഞ മനസാന്നിധ്യത്തോടെ തൻ്റെ മാനസിക പ്രക്രിയയെ പരിശോധിക്കുകയും തൻ്റെ മികവ് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തി പരിഹരിച്ചു പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനെന്താ പറയണേന്ന്? സ്വത്ത് സാക്ഷാത്കാരം. ഓപ്ഷൻ എ സ്വത്ത് സാക്ഷാത്കാരം, ഓപ്ഷൻ ബി ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, ഓപ്ഷൻ സി ബന്ധപ്പെടുത്തൽ, ഓപ്ഷൻ ഡി നിഗമന ചിന്ത. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. വ്യക്തിത്വ വികസനത്തിൽ പാരമ്പര്യത്തിന്റെ ഒരു ഘടകമായി വരാത്തത് ഏതെന്ന് ചുവടെ കൊടുത്തവയിൽ നിന്ന് കണ്ടെത്തുക. വ്യക്തിത്വ വികസനത്തിൽ പാരമ്പര്യത്തിന്റെ ഒരു ഘടകമായി വരാത്തത് ഏതെന്ന് ചുവടെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ കാര്യശേഷി, ഓപ്ഷൻ ബി ഇന്ദ്രിയപരമായ വേർതിരിവ്, ഓപ്ഷൻ സി പ്രതിപ്രവർത്തനത്തിന്റെ വേഗത, ഓപ്ഷൻ ഡി മനോഭാവം. വ്യക്തിത്വ വികസനത്തിൽ പാരമ്പര്യത്തിന്റെ ഒരു ഘടകമായി വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ കാര്യശേഷി, ഓപ്ഷൻ ബി ഇന്ദ്രിയപരമായ വേർതിരിവ്, ഓപ്ഷൻ സി പ്രതിപ്രവർത്തനത്തിന്റെ വേഗത, ഓപ്ഷൻ ഡി മനോഭാവം. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് മനോഭാവം. അടുത്ത ചോദ്യം, രമ്യ ബുദ്ധിയുള്ള കുട്ടിയാണ്. വീട്ടിൽ പഠിക്കാനിരിക്കുമ്പോഴെല്ലാം രക്ഷകർത്താക്കൾ രമ്യയെ പുകഴ്ത്തും. അത് കാരണം അവൾക്ക് പഠിക്കാനേ തോന്നുന്നില്ല, പഠിക്കുന്നുമില്ല. ഇത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ്? നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്. ഏതായിരിക്കും ആൻസർ? പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. 40-ാമത്തെ ചോദ്യം, ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ പ്രയോക്താവ് ആരാണ്? ക്ഷേത്ര സിദ്ധാന്തം. ഓപ്ഷൻ എ എറിക്സൺ, ഓപ്ഷൻ ബി ഗാഗ്നെ, ഓപ്ഷൻ സി ലെവിൻ, ഓപ്ഷൻ ഡി തോണ്ടെക്. ഓപ്ഷൻ സി ആണ് ലെവിൻ ആണ് ആൻസർ. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ പ്രയോക്താവാണ് ലെവിൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി. ഓപ്ഷൻ എ സംസാരിക്കാൻ പഠിക്കുന്നത്, ഓപ്ഷൻ ബി സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്, ഓപ്ഷൻ സി കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ട് പോകുവാൻ പഠിക്കുന്നത്, ഓപ്ഷൻ ഡി വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികൾ സ്വായത്തമാക്കുന്നത്. ചോദ്യം ഒന്നും കൂടെ,
താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി. സംസാരിക്കാൻ പഠിക്കുന്നത്. ഓപ്ഷൻ ബി സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്. ഓപ്ഷൻ സി കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ പഠിക്കുന്നത്. ഓപ്ഷൻ ഡി വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികൾ സ്വായത്തമാക്കുന്നത്. ഏതാണ് അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്തത്? സംസാരിക്കാൻ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ സംസാരിക്കാൻ പഠിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രമേത്? ഓപ്ഷൻ എ പ്രതിഗമനം, ഓപ്ഷൻ ബി പ്രക്ഷേപണം, ഓപ്ഷൻ സി സബ്ലിമേഷൻ, ഓപ്ഷൻ ഡി റിപ്രഷൻ. ഓപ്ഷൻ എ പ്രതിഗമനം, പ്രക്ഷേപണം, സബ്ലിമേഷൻ, റിപ്രഷൻ. അപ്പോൾ ആൻസർ ഏതാണ് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് സബ്ലിമേഷൻ. അടുത്ത ചോദ്യം, ഭയം എന്ന വികാരം വളരെ നന്നായി വിശദീകരിക്കുവാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം. ഓപ്ഷൻ എ ക്ലാസിക്കൽ അനുബന്ധനം, ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം, ഓപ്ഷൻ സി ലേറ്റന്റ് പഠനം, ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം. ഭയം എന്ന വികാരം വളരെ നന്നായി വിശദീകരിക്കുവാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്ലാസിക്കൽ അനുബന്ധനം, ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം, ഓപ്ഷൻ സി ലേറ്റന്റ് പഠനം, ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ് ക്ലാസിക്കൽ അനുബന്ധനമാണ്. ഓപ്ഷൻ എ ക്ലാസിക്കൽ അനുബന്ധനം. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പിയാഷയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തതേത്? ഓപ്ഷൻ എ കുട്ടിയുടെ അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ഓപ്ഷൻ ബി ഇച്ഛാപൂർവം നടക്കുന്ന പ്രവർത്തനമാണ് പഠനം. ഓപ്ഷൻ സി നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏതു വിജ്ഞാന ഘടകവും നിരർത്ഥകമായി അനുഭവപ്പെടും. ഓപ്ഷൻ ഡി പഠനവും ജീവിത വികാസവും ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. ഓപ്ഷൻ എ കുട്ടിയുടെ അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ഇച്ഛാപൂർവം നടക്കുന്ന പ്രവർത്തനമാണ് പഠനം. ഓപ്ഷൻ സി നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏത് വിജ്ഞാന ഘടകവും നിരർത്ഥകമായി അനുഭവപ്പെടും. ഓപ്ഷൻ ഡി പഠനവും ജീവിത വികാസവും ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. പിയാഷയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തത് ഏതാണെന്ന്. ഓപ്ഷൻ സി ആണല്ലേ ആൻസർ. നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏത് വിജ്ഞാന ഘടകവും നിരർത്ഥകമായി അനുഭവപ്പെടും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ സ്നെല്ലൻസ് ചാർട്ട്, ഓപ്ഷൻ ബി ബ്രിഡ്ജസ് ചാർട്ട്, ഓപ്ഷൻ സി ഫ്ലോ ചാർട്ട്, ഓപ്ഷൻ ഡി റേബസ് പിക്ചർ. ഓപ്ഷൻ എ സ്നെല്ലൻസ് ചാർട്ട്, ബ്രിഡ്ജസ് ചാർട്ട്, ഫ്ലോ ചാർട്ട്, റേബസ് പിക്ചർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബ്രിഡ്ജസ് ചാർട്ടാണ് അല്ലേ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം, എബ്രഹാം മാസ്ലോവിൻ്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? ഓപ്ഷൻ എ സുരക്ഷിതത്വം, ഓപ്ഷൻ ബി സൗഹൃദ ബന്ധം, ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം, ഓപ്ഷൻ ഡി കൂട്ടത്തിൽ ഉൾപ്പെടൽ. ഓപ്ഷൻ പറയാതെ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. മാസ്ലോവിൻ്റെ തിയറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാത്തിലും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏതാണ്? ഒരു ട്രയാങ്കിളിൽ വരച്ച് നമ്മൾ എഴുതിയൊക്കെ വെക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് സുരക്ഷിതത്വമാണ്. പ്രാഥമികമായ ആവശ്യം ഏതാണ്? സുരക്ഷിതത്വമാണ് അല്ലേ. അടുത്ത ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ അവലംബിക്കുന്ന വിലയിരുത്തൽ രീതി ഏതാണ്? അഥവാ ഗ്രേഡിംഗ് രീതി ഏതാണ്? ഓപ്ഷൻ എ നേരിട്ടുള്ള ഗ്രേഡിങ്, ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രേഡിങ്, ഓപ്ഷൻ സി നേരിട്ടുള്ള അബ്സല്യൂട്ട് ഗ്രേഡിങ്. എത്ര പോയിന്റാണ്? 9 പോയിന്റ്. നേരിട്ടല്ലാതെയുള്ള അബ്സല്യൂട്ട് ഗ്രേഡിങ് 9 പോയിന്റ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ് നേരിട്ടുള്ള ഗ്രേഡിംഗ് ആണ് പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ അവലംബിക്കാറ്.
അടുത്ത ചോദ്യം, വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏത്? വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുക. ഓപ്ഷൻ ബി മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുക. ഓപ്ഷൻ സി മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി ബന്ധങ്ങൾ നിലനിർത്തുക, ദൃഢപ്പെടുത്തുക. ഓപ്ഷൻ ഡി ബന്ധങ്ങൾ നിലനിർത്തുക, ദൃഢപ്പെടുത്തുക. ഏതായിരിക്കും ആൻസർ വരിക? വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. അടുത്ത ചോദ്യം, രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ. രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥയാണ് ഓപ്ഷൻ എ സ്പാൻ ഓഫ് അറ്റൻഷൻ. ഓപ്ഷൻ ബി ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ഓപ്ഷൻ സി ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ. ഓപ്ഷൻ ഡി ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ ഏതാണ്? സ്പാൻ ഓഫ് അറ്റൻഷൻ ആണോ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആണോ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ ആണോ, ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ ആണോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ലാസ്റ്റ് ചോദ്യമാണ് 50-ാമത്തെ ചോദ്യം. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടികളുടെ വിജയം ഉറപ്പിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടികളുടെ വിജയം ഉറപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ ബി കോ കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ സി എക്സ്ട്രാ കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ ഡി പ്ലസ് കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ എ കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ ബി കോ കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ സി എക്സ്ട്രാ കരിക്കുലർ നൈപുണികൾ. ഓപ്ഷൻ ഡി പ്ലസ് കരിക്കുലർ നൈപുണികൾ. ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ്, പ്ലസ് കരിക്കുലർ നൈപുണികളാണ്. പ്ലസ് കരിക്കുലർ നൈപുണികൾ. അപ്പോൾ നമ്മളിന്ന് 50 PYQ ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാതും തന്നെ. അപ്പോൾ വീണ്ടും ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക. സൈക്കോളജി പാർട്ടിൽ നിന്നും കേട്ടിട്ടിന് നമുക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നൽകുന്നതാണ്. ഈ PYQ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി സൈക്കോളജിയിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.